ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നീച്ചുകുട്ട ബേബിയുടെ 90 എൻ്റെ കുഞ്ഞേച്ചിയുടെ കുട്ടിയുടെ 90. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ അത് നമ്മൾ കുഞ്ഞേച്ചിയുടെ വീട്ടിലെത്തിയിട്ടാണ്. ഇത് രമ്യ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ, കരുണേട്ടൻ. ഹായ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വെയിറ്റിംഗ് ആണ്. അമ്മയും കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവരെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അവർ രമ്യ ചേച്ചി അത് കുഞ്ഞേച്ചി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. യാച്ചുട്ടനെ ഇനി മുണ്ടൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാ യാച്ചുട്ടനും ഇപ്പോൾ റെഡി ആയിട്ട് വരും കേട്ടോ. അതാ യാച്ചുട്ടൻ വന്നിട്ടുണ്ട് റെഡി ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഫസ്റ്റ് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകളൊക്കെ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ വിവിയായിട്ട് ഓരോ പോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് അറിയുന്ന ആൾക്കാരാണ് കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സ്. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ സമയം നോക്കിയിട്ടാണല്ലോ പേരിടൽ ചടങ്ങൊക്കെ നടത്തുക. അപ്പോൾ സമയമായിട്ടുണ്ട് പേരിടലിൻ്റെ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് പേരൊക്കെ ഇടാനുള്ളത് തുടങ്ങിയിട്ടാണ്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെക്കാട്ടും കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സിനെ അറിയാം എന്തൊക്കെ വേണം എന്നുള്ളത്. ഇപ്പോൾ ചന്ദനം വേണം, വെള്ളം വേണം, പഴം വേണം എന്നൊക്കെ അവരെ നമ്മളടുത്ത് പറഞ്ഞിട്ട് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയില്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനാണ് പേരിടുന്നത്. ഏട്ടൻ വന്നിട്ടില്ല, ഏട്ടൻ നാട്ടിലില്ല. അപ്പോൾ ഏട്ടൻ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണുന്നുണ്ട്. ഏട്ടനാണ് വീഡിയോ കോൾ വിളിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനാണ് പേരിടുന്നത്. കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താണെന്നറിയില്ല, 90 അന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ കരയുന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നിട്ട് എല്ലാവരും എന്തിനാ ഉണ്ണീനെ കരയുന്നതെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഏട്ടൻ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കോൾ വിളിച്ചിട്ട്. പിന്നെ പേരിടലിൻ്റെ നമ്മൾ വെറ്റിലിങ്ങനെ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് വലത്തെ ചെവിയിലാണ് പേര് വിളിക്കുക. അപ്പോൾ ആ നേരത്തെ അതും ഒരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഇടത്തെ ചെവിയിൽ വെച്ചിട്ട് വലത്തെ ചെവിയിൽ പേര് വിളിക്കുക വേണ്ടത് പേര് വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിനി ഗിഫ്റ്റൊക്കെ കൊടുക്കണ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതാ വല്യച്ഛനും വല്യമ്മയും കുഞ്ഞിനുള്ള ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് അമ്മ കൊടുക്കുന്നതുണ്ട്, പിന്നെ അടുത്ത് ഞാൻ വന്ന് നിൽക്കുന്നതുണ്ട്. പിന്നെ അധികമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ തീച്ചുകൂട്ടിനും സമ്മതിക്കുന്നില്ല. അവളും ഇതെന്താണെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ നോക്കി നിൽക്കുകയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ അങ്ങനത്തെ വീഡിയോ. ദീച്ചുകൂട്ടനാണെങ്കിൽ എന്നെ അങ്ങനെ വല്ലാണ്ട് വിടണം, വീഡിയോ എടുത്ത് നടക്കാനൊന്നും സമ്മതിക്കണമെന്നില്ല. എന്നെ കാണുമ്പോഴത്തേനും അമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വരികയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പരിപാടിക്ക്. കുറച്ച് പേർക്ക് ഇത് ചേച്ചിയുടെ നാട്ടിൻ്റെ മക്കളാണ്, രണ്ടാൾക്കാർ. പിന്നെ ഇതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കലും പിന്നെ നെയിം റിവീലിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ നേരത്തെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് പേര് ഇന്നതാണെന്നൊന്നും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേഗം ഉണ്ണി കരച്ചിലായതുകൊണ്ട് വേഗം ചടങ്ങുകളൊക്കെ തീർക്കുക എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ പേര് കാണും, പേരെന്താണെന്നുള്ളത്. നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് യാച്ചു എന്നാണ്, യാച്ചുട്ടൻ എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത്. ആ പേര് നമ്മൾ കുറേ ആയിട്ടല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാച്ചുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് പേര്, ഇവാൻ എന്നാണ് കേട്ടോ മോൻ്റെ പേര്. ഞങ്ങളൊക്കെ യാച്ചുട്ടെന്നാണ് വിളിക്കുന്നത്. അവൻ്റെ ഒഫീഷ്യൽ നെയിം ഇവാൻ എന്നാണ്. അതിന് ശേഷം നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു. ഇത് ഏട്ടൻ്റെ അച്ഛനും ഏട്ടൻ്റെ പെങ്ങന്മാരാണ്, ചേച്ചിമാരും അനിയത്തിയാണ് കേട്ടോ. പിന്നെ അത് ഞങ്ങളെല്ലാവരും നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത്. ഞാനിതും വല്ലാണ്ട് അങ്ങനെ അത്ര അധികം ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുഡ് അവിടെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിലായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ അടുത്ത് തന്നെ അമ്പലമുണ്ട്, അതിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു ഫുഡ് കിട്ടാം. അപ്പോൾ ഫുഡ് നമ്മളത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോയത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിട്ടോ.